ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2025 ഓഗസ്റ്റ് കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷനായി നിയമിതനായത് ദിനേശ് കെ പട്നായിക്. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് അഭിലാഷ് ടോമി കേട്ടോ. എന്താണ് ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് അഭിലാഷ് ടോമിയുടെ പുസ്തകമാണ് കേട്ടോ. അഭിലാഷ് ടോമിയുടെ പുസ്തകമാണ് ഒരു ആഴിയും തിരയും കാറ്റും. 2025 43ാമത് ലോകമാന്യ തിലക് അവാർഡ്. ഈ ലോകമാന്യ തിലക് അറിയാലോ, അത് 2025 ഇത് എത്രാമത്തെ ലോകമാന്യ തിലക് അവാർഡ്? 43ാമത്തെ. അത് ആർക്കാണ് നൽകിയത്? അത് നിതിൻ ഗഡ്കരിക്കാണ് കേട്ടോ നൽകിയത്. ആർക്കാണ്? നിതിൻ ഗഡ്കരിക്കാണ് നൽകിയത്. അത് 2025 നൽകിയത്. അത് 43ാമത്തെയാണ്. ലോകമാന്യ തിലക് അവാർഡിലെ 43ാമത്തെ അവാർഡാണ് 2025 നൽകിയത്. ഇനി പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യനുമായി സംവാദിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടി എന്താണ്? അത് ഹ്യൂമൻ ലൈബ്രറി ഉണ്ട്. എന്താണ്? പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യനുമായി സംവാദിക്കുക, മനുഷ്യനുമായിട്ട് സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടി എന്താണ്? ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയും കേട്ടോ. അതാണ് ഹ്യൂമൻ ലൈബ്രറി. അത് നൂതന പരിപാടിയാണ് ഹ്യൂമൻ ലൈബ്രറി. ഇപ്പൊ എന്താണ് 2025 കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ നിയമിതനാരായാണ്? ദിനേശ് കെ പട്നായിക്. ഇനി ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് അഭിലാഷ് ടോമിയാണ് കേട്ടോ. 2025 43 എന്താണ് പ്രത്യേകം ഓർക്കണം, 43ാമത് ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചതാർക്കാണ്? അത് നിതിൻ ഗഡ്കരിക്കാണ്. പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംവാദിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടിയാണെന്ത്? ഹ്യൂമൻ ലൈബ്രറി. ഇനി ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിധിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതായിരിക്കും? അത് കേരളം തന്നെയാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിധിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. പെൺകുട്ടികൾക്കുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവരുന്ന എവിടെയാണ്? അത് ഹൈദരാബാദിലുണ്ടോ. എവിടെയാണ്? ഹൈദരാബാദാണ് പെൺകുട്ടികൾക്കുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി ഉണ്ടോ. അതെവിടെയാണ്? ഹൈദരാബാദിലെ. ഇന്ത്യയിലെ തന്നെ പെൺകുട്ടികൾക്കുള്ള ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി അത് ഹൈദരാബാദാണ്. ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഒന്നാമതെത്തിയ മലയാളി ആരാണ്? ഷോണൽ കുനിമൽ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി ആരാണ്? അത് അമിത്ഷാ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി ആരാണ്? അത് അമിത്ഷാ ആണ്. ഇപ്പം നമ്മുടെ നിലവിലെ ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി എന്ന അറിയിപ്പം ഇത് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ശ്രവണപരിധിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പഠനം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. പെൺകുട്ടികൾക്കുള്ള ഇന്ത്യയിൽ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്ന എവിടെയാണ്? ഹൈദരാബാദാണ്. ഈ ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഒന്നാമതെത്തിയ മലയാളിയാണ് ഷോണാൽ കുനിമൽ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരാണ്? അത് നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ് കേട്ടോ. എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഏഷ്യൻ ഭീമൻ ആമയെ കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. 2025 ഓഗസ്റ്റിൽ ഗൂഗിൾ പുറത്തിറക്കിയ AI മോഡൽ ഏതാണ്? ആ നാനോ ബനാന. ഏതാണ്? നാനോ ബനാന. 2025 ഓഗസ്റ്റിൽ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ AI മോഡലാണ് നാനോ ബനാന. ഏകദേശം ഗൂഗിൾ ജെമിനിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ നാനോ ബനാന. ഇതുപയോഗിച്ചാണ് ഇപ്പൊ ഈ ഒരു ടെക്നോളജിയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പുതിയൊരു സംഭവം വന്നിട്ടില്ലേ, നമ്മുടെ കൂടെ രൂപം മാറ്റുന്നത്. പണ്ട് മറ്റേ ChatGPT ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ജെമിനിയിൽ ഒരു പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടില്ലേ, ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു ലേഡി നിൽക്കുന്നതായിട്ടും അങ്ങനെയുള്ള ഒരു പുതിയ ഫോട്ടോകളും പുതിയ ട്രെൻഡും പിന്നെ സാരി ഉടുപ്പിച്ചൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഏകദേശം ഈ നാനോ ബനാന ടെക്നോളജിയും കൂടെ ഈ ജെമിനിന്റെ കൂടെ ചേർത്ത് പുതിയൊരു സംഭവമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും ഇതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഇതാണ്. ഇത് കറണ്ട് അഫയർ ആയിട്ടും ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നോളജി എന്നുള്ള ഭാഗമില്ല, അതിനകത്ത് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ചില എക്സാമുകൾക്ക് 3 മാർക്ക് 4 മാർക്ക് വരെ ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ. അതിനകത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ഇത്. ഇനി ദേവഹരിതം പദ്ധതിക്ക് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? അത് തിരുവനന്തപുരം താട്ടാ. എന്താണ്? ദേവഹരിതം പദ്ധതി ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? അത് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. 2025 ഏഷ്യ കപ്പ് മെൻ ഹോക്കി ലോകകപ്പ് വേദി എവിടെയാണ്? മെൻ ഹോക്കി കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോക്കി ലോകകപ്പ് വേദി ബീഹാറിലാണ്. അപ്പം ഒന്നുകൂടെ നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് നാഗാലാൻഡ് ആണ്. 2025 ഓഗസ്റ്റിൽ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ AI മോഡൽ ചോദിച്ച ഏതാണ്? അത് നാനോ ബനാനയാണ് കേട്ടോ. ഏതാണ്? നാനോ ബനാന. ദേവഹരിതം പദ്ധതി ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയില്. 2025 ഏഷ്യ കപ്പ് മെൻ ഹോക്കി ലോകകപ്പ് വേദി എവിടെയാണ്? അത് ബീഹാർ ഉണ്ട്. എവിടെയാണ്?
ബീഹാറിലാണ് ആരംഭിച്ചത് മെൻ ഹോക്കി ലോകകപ്പ് വേദി. ഇനി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ 32-ബിറ്റ് മൈക്രോ പ്രൊസസർ ഏതാണ്? അത് വിക്രം 32 ഉണ്ട്. ഏതാണ്? വിക്രം 32 ആണ്. 32 അത് പ്രത്യേകം ഓർക്കുക. 32-ബിറ്റ് മൈക്രോ പ്രൊസസർ ഏതാണ്? അത് വിക്രം 32 ആണ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ 32-ബിറ്റ് ആണ്. പൂർണ്ണമായും തദ്ദേശീയമായിട്ട് നിർമ്മിച്ചാണ് ഇത്. ഇനി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ്ബോട്ട് അതേതാണ്? അത് ബേബി ഗ്രോക്ക് ആണ് കേട്ടോ. എന്താണ്? ബേബി ഗ്രോക്ക്. ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ്ബോട്ട് ആണ് ബേബി ഗ്രോക്ക്. ഇനി നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? അത് ഗുജറാത്താണ് കേട്ടോ. എന്താണ്? നീതി ആയോഗ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഇൻഡെക്സുകളും ഇതൊക്കെ ഓരോ വർഷം പുറത്തിറക്കുന്നുണ്ട്. അതിൽ നീതി ആയോഗിന്റെ ഒരു ഇൻഡെക്സ് ആണ് ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് എന്നുള്ളത്. ആ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയതാണ് ഗുജറാത്താണ്. ആ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഗുജറാത്താണ്. ഇനി ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായ ഈ നിയമനത്തിന് ആരാണ്? ആ CP രാധാകൃഷ്ണനാണ് കേട്ടോ. ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി നിയമിതനായത്. 2025 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ആരാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. എന്താണ്? 2025 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യ അസ്ഥി ബാങ്ക് നിലവിൽ എവിടെയാണ്? അത് ചെന്നൈയാണ്. എവിടെയാണ്? ചെന്നൈയിലാണ് രാജ്യത്തെ അസ്ഥി ബാങ്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്ഥി ബാങ്ക് നിലവിൽ എവിടെയാണ്? ചെന്നൈയിലാണ്. ഇനി ഒരു ബുക്ക് ഉണ്ട്, വൺസ് എലിഫന്റ്സ് ലീവ്ഡ് ഹിയർ എന്നൊരു പുസ്തകം ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് എഴുതിയാരാണ്? അത് ഗീതാഞ്ജലി ശ്രീയാണ് കേട്ടോ. വൺസ് എലിഫന്റ് ലീവ്ഡ് ഹിയർ. ഇങ്ങനെ ചില പുസ്തകങ്ങൾ മറ്റേ സാഹിത്യപരമായിട്ടും കറണ്ട് അഫയർ, അതായത് സാഹിത്യത്തിലെ കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. സാഹിത്യപരമായിട്ടും കറണ്ട് അഫയർ ചോദിക്കേണ്ട. അപ്പൊ ഇങ്ങനത്തെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വൺസ് എലിഫന്റ് ലീവ്ഡ് ഹിയർ എന്ന പുസ്തകം എഴുതിയാരാണ്? ഗീതാഞ്ജലി ശ്രീ. ഈ തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. എന്താണ്? തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് ഒരു ചട്ടക്കൂടൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ചട്ടക്കൂട് അത് കറക്റ്റ് ആയിട്ട് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇപ്പൊ ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി നിയമിതനാരാണ്? CP രാധാകൃഷ്ണൻ. ഇത് ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ്. ഇത് ഇനി വരാൻ പോകുന്ന എല്ലാ PSC ക്വസ്റ്റ്യനുകളിലും പതിവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റൻ ആവാൻ സാധ്യതയുണ്ട് ഈ ചോദ്യം. അതായത് ഉപരാഷ്ട്രപതി, 15ാമത്തെ ഉപരാഷ്ട്രപതി, അത് നമ്മുടെ കറണ്ട് അഫയർ സെക്ഷൻ ആയിട്ട് നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തി പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. 2025 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയവരാണ്? ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യ അസ്ഥി ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയാണ്. വൺസ് എലിഫന്റ് ലീവ്ഡ് ഹിയർ എന്ന പുസ്തകം എഴുതിയത് ഗീതാഞ്ജലി ശ്രീയാണ്. തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ്? അത് തമിഴ്നാടാണ് കേട്ടോ. എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ഏതാണ്? മഹാരാഷ്ട്ര. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഈ 2025 സെപ്റ്റംബറിൽ ഇറാൻ നടത്തിയ നാവിക അഭ്യാസം ഏതാണ്? അത് സസ്റ്റൈനബിൾ പവർ 1404. എന്താണ്? 2025 സെപ്റ്റംബറിൽ ഇറാൻ നടത്തിയ നാവികാഭ്യാസം ഏതാണ്? സസ്റ്റൈനബിൾ പവർ 1404. സസ്റ്റൈനബിൾ പവർ 1404. ഈ സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ സഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ചതാണ്? ഹരിയാനയാണ്. ഏതാണ്? സ്ത്രീകൾക്ക് എത്രയാണ്? 2100 രൂപ സഹായം നൽകുന്ന പദ്ധതി പേരെന്താണ്? ലാഡോ ലക്ഷ്മി യോജന. അത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഈ ലാഡോ ലക്ഷ്മി യോജന പദ്ധതി പ്രകാരം എത്ര രൂപയാണ് സ്ത്രീകൾക്ക് പ്രതിമാസം ലഭിക്കുന്നതെന്ന് ചോദിക്കാൻ സാധ്യത. അത് 2100 രൂപയാണ്. എത്ര രൂപയാണ്? 2100 രൂപയാണ് സഹായം ലഭിക്കുന്നത്. ഈ 2100 രൂപ പ്രതിമാസം സഹായം നൽകുന്ന ഹരിയാനയിൽ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? അത് ലാഡോ ലക്ഷ്മി യോജന പദ്ധതിയാണ്. അത് ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യനുകളിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 2-3 തരത്തിൽ അവർക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അത് എല്ലാം ആ ക്വസ്റ്റ്യനെല്ലാം മൊത്തത്തിൽ പഠിച്ചിരിക്കണം. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2025 സെപ്റ്റംബറിൽ ഇറാൻ നടത്തിയ നാവികാഭ്യാസം സസ്റ്റൈനബിൾ പവർ 1404. സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ സഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ച എവിടെയാണ്? അത് ഹരിയാനയിലാണ്. എവിടെയാണ്? ഹരിയാനയിൽ. ഇനി 2025 സെപ്റ്റംബർ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അത് ഏലത്തൂർ തടാകമാണ് കേട്ടോ.
എന്താണ് 2025 സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകമാണ്. ഇനി ഭരണത്തെയും ജനങ്ങളെ കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സിറ്റിസൺ കണക്ട് സെന്റർ. എന്താണ് സിറ്റിസൺ കണക്ട് സെന്റർ ആണ് ഭരണത്തെയും ജനങ്ങളെ കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സിറ്റിസൺ കണക്ട് സെന്റർ. ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി വിസാർഡ് ഓഫ് ഫ്ലെയിംസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത ആരാണ്? അത് ഒലിവർ അസായസ്. ഇനിയിപ്പം ഈ ചോദ്യം ഇത് ഞാൻ മുമ്പത്തെ ഒരു ചോദ്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇത് പല രീതിയിൽ ചോദിക്കാം. അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ഇറങ്ങിയ ചലച്ചിത്രം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചതാണ് അത് വിസാർഡ് ഓഫ് ക്രെംലിൻ എന്ന് എന്ന് ഉത്തരം പറയാം. ഇനിയിപ്പം ഇത് സംവിധാനം ചെയ്ത ആരാന്ന് വെച്ചാൽ ഒലിവർ അസായസ്. ഇനി ചോദിക്കാവുന്ന ഒലിവർ അസായസ് എന്ന ചലച്ചിത്ര സംവിധായകൻ സംവിധാനം ചെയ്ത വിസാർഡ് ഓഫ് ഫ്ലെയിംസ് എന്ന ഏത് രാഷ്ട്രപതി അല്ലെങ്കിൽ ഏത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഏത് നേതാവിന്റെ ജീവിതകഥയാണ് ആസ്പദമാക്കിയിരിക്കുന്നതൊക്കെ ചോദിക്കുക. ഇങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അങ്ങനെ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ എഴുതാൻ പറ്റണം. അപ്പം എന്താണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയ വിസാർഡ് ഓഫ് ഫ്ലെയിംസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഒലിവർ അസായസ് ആണ്. ഈ 2025 സെപ്റ്റംബറിൽ ചാപ്പ ചുഴലിക്കാറ്റ് നാശം വിധിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. 2025 സെപ്റ്റംബറിൽ ചാപ്പ ചുഴലിക്കാറ്റ് നാശം വിധിച്ച രാജ്യം ചൈനയാണ്. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം ഈ പേജ്. 2025 സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏലത്തൂർ തടാകം. ഭരണത്തെയും ജനങ്ങളെ കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സിറ്റിസൺ കണക്ട് സെന്റർ. ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി വിസാർഡ് ഓഫ് ക്ലെംസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് ഒലിവർ അസായസ് ആണ്. 2025 സെപ്റ്റംബറിൽ താപ്പ ചുഴലിക്കാറ്റ് നാശം വിധിച്ച രാജ്യം ചൈന. ലോകത്താദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. ലോകത്താദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ, ലോകത്താദ്യമായി പന്നിയുടെ ശ്വാസകോശം വേറെ ഹൃദയം മാറ്റി മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ഏതായിരുന്നു? അത് അമേരിക്കയായിരുന്നു കേട്ടോ. ആദ്യമായി പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം അമേരിക്കയും ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന കേട്ടോ. അത് മാറിപ്പോരുത്. ലോകത്താദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന. അത് പന്നിയുടെ ഹൃദയമാണെങ്കിലോ അത് അമേരിക്കയാണ് കേട്ടോ. ഇന്ത്യ തായ്ലാൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2025 വേദിയായത് മേഘാലയാണ് കേട്ടോ. എവിടെയാണ്? മേഘാലയ. ഇന്ത്യ തായ്ലാൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2025 വേദിയായത് മേഘാലയ. ഈ 2025 സെപ്റ്റംബറിൽ ഇന്ത്യയും സിംഗപ്പൂരും എത്ര കരാറുകളാണ് ഒപ്പുവെച്ചത്? അത് 5 കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. എത്രയാണ്? 5 കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. തോമസ് കുര്യൻ ഏത് ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായ മലയാളിയാണ്? അത് നിസാർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇല്ല, അതായത് ഇത് നാസയുടെ ഒരു പദ്ധതിയാണല്ലോ നിസാർ. നിസാറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം പഠിച്ചായിരുന്നു. അപ്പൊ ആ നിസാറുമായി ബന്ധപ്പെട്ട ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറാണ് തോമസ് കുര്യൻ എന്ന് പറഞ്ഞ വ്യക്തി കേട്ടോ. ഇപ്പം ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന. ഇന്ത്യ തായ്ലാൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2025 വേദിയായത് മേഘാലയ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയും സിംഗപ്പൂരും എത്ര കരാറുകളാണ് ഒപ്പുവെച്ചത്? 5. തോമസ് കുര്യൻ ഏത് ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായ മലയാളിയാണ്? ആ നിസാറാണ് കേട്ടോ, നിസാർ. രാജ്യത്ത് ആദ്യമായി സ്വന്തമായ ഒരു വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തമിഴ്നാടാണ് കേട്ടോ. ഏതാണ്? തമിഴ്നാട്. mRNA സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിനാണ് എൻഡോമിക്സ്. ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ആസാമാണ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയതായിരുന്നു ആര്യാന സബലേങ്ക. ഏതാണ്? ആര്യാന സബലേങ്ക. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്യാന സബലേങ്ക. ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി സ്വന്തമായ ഒരു വിദ്യാഭ്യാസം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട്. mRNA സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിനാണ് എൻഡോമിക്സ്. ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ആസാമാണ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്യാന സബലേങ്ക. അങ്ങനെയാണ് 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയതാണ് അത് കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കാരസ്. അടുത്തിടെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ കാണപ്പെട്ട ഹിമയുഗ കാലത്തെ തുമ്പി ഇനം ഏതാണ്? അത് ക്രൊക്കോത്തെ മിസ് എറിത്രിയ. എന്താണ്? ക്രൊക്കോത്തെ മിസ് എറിത്രിയ. ഇച്ചിരി പാടാണത് പഠിക്കാൻ, എങ്കിലും ഓർത്തിരിക്കുക. മിസ് എറിത്രിയ എന്നെങ്കിലും പഠിച്ചെടുക്കുക. എന്താണ് ക്രൊക്കോത്തെ മിസ് എറിത്രിയ? എന്താണത്? അത് ഹിമയുഗത്തിലെ തുമ്പി ഇനം കേട്ടോ. ഹിമയുഗത്തിലെ തുമ്പി ഇനത്തിൽ ഈ അടുത്ത് പശ്ചിമഘട്ടത്തിൽ കാണപ്പെട്ടു. ഹിമയുഗത്തിലെ തുമ്പി ഇനം അതാണ് ക്രൊക്കോത്തെ മിസ് എറിത്രിയ. 2025 സെപ്റ്റംബറിൽ ഒരു അപൂർവം സ്കാർലറ്റ് ഡ്രാഗൺ ഫ്ലൈകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? അത് മൂന്നാറിലാണ് കേട്ടോ. ഈ മൂന്നാർ കണ്ടെത്തിയ മൂന്നാറിൽ എന്താണ് 2025 സെപ്റ്റംബർ കണ്ടുപിടിച്ച് സ്കാർലറ്റ് ഡ്രാഗൺ ഫ്ലൈകളെ കണ്ടെത്തിയ എവിടെയാണ്? മൂന്നാറിലാണ് കേട്ടോ.
സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരാണ്? അത് നവീൻ ചന്ദ്ര രാംഗൂല. എന്താണ്? നവീൻ ചന്ദ്ര രാംഗൂല. 2007 US ഓപ്പൺ സിംഗിൾ കിരീടം നേടിയ വ്യക്തി ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. അടുത്തിടെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ കാണപ്പെട്ട ഹിമയുഗ കാലത്തെ തുമ്പിയിനം ഏതാണ്? പ്രൊക്കോത്തെ മിസ് എറിത്രിയ. 2007 സെപ്റ്റംബറിൽ ഒരു അപൂർവം സ്കാറ്റ്ലൈറ്റ് ഡ്രാഗൺ ഫ്ലൈകളെ കണ്ടെത്തിയത് മൂന്നാർ. 2007 സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യസ് പ്രധാനമന്ത്രി ചോദിച്ചാരാണ്? അത് നവീൻ ചന്ദ്ര രാംഗൂല. ഈ നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? അത് സുശീല കാർക്കിയാണ്. സുശീല കാർക്കി. ഈ ഇടയ്ക്കാണല്ലോ നമ്മള് ജനസെഡ് ഇത് കണ്ടത്, വിപ്ലവം അവിടെ കണ്ടത്. അതെവിടെയായിരുന്നു? നേപ്പാളിലായിരുന്നു. ജനസെഡ് വിപ്ലവം നടന്ന എവിടെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു വിപ്ലവം നടന്ന എവിടെയാണ്? അത് നേപ്പാളിലാണ്. അതിനുശേഷം അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ രാജിവെച്ചു. അവിടുത്തെ സർക്കാർ മൊത്തം രാജിവെച്ച് അവർ അവിടുന്ന് പലായനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം അവിടെ ഒരു എന്തോ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ പോലൊരു വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ ഒരു മൊത്തം ജനങ്ങളുടെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ആയ ഒരു വ്യക്തിയാണ് ആര്? സുശീല കാർക്കി. അത് നേപ്പാളിൽ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് കേട്ടോ. അതാണ് സുശീല കാർക്കി. ഇനി ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് അഭിമന്യു മിശ്ര കേട്ടോ. ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് അഭിമന്യു മിശ്രയാണ്. ഇനി ബാംഗ്ലൂരിൽ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? കണ്ടോൺമെന്റ് റെയിൽവേ കോളനി. ഏതാണ്? കണ്ടോൺമെന്റ് റെയിൽവേ കോളനി. ഇനി തിരുവനന്തപുരത്ത് വിമാനത്താവളം വികസിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രൊജക്ട് ആനന്ദ. ഏതാണ്? പ്രൊജക്ട് ആനന്ദ. നേപ്പാളിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? സുശീല കാർക്കി. ഇനി ക്ലാസിക്കൽ ചെസ് നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് അഭിമന്യു മിശ്രയാണ്. ഇനി ബാംഗ്ലൂരിൽ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? അത് കണ്ടോൺമെന്റ് റെയിൽവേ കോളനി. ഏതാണ്? കണ്ടോൺമെന്റ് റെയിൽവേ കോളനി. ഇനി തിരുവനന്തപുരത്ത് വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ആനന്ദ. ഏതാണ്? പ്രൊജക്ട് ആനന്ദ. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പഠന പോർട്ടൽ ഏതാണത്? അത് കേലേൺ ആണ് കേട്ടോ. ഏതാണ്? കേലേൺ. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പഠന പോർട്ടലാണ് കേലേൺ. ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റ് അസോസിയേഷന്റെ 2025 വിവർത്തന പുരസ്കാരം നേടിയതാരാണ്? അത് ഡോക്ടർ മോഹൻ കുണ്ടാർ ആണ്. ആരാണ്? ഡോക്ടർ മോഹൻ കുണ്ടാർ. 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഏതാണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല. ഏതാണ്? ഡിജിറ്റൽ ആദിവാസി സർവകലാശാല. അത് ആദി സംസ്കൃതമാണ് കേട്ടോ. ഇനി ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൺലൈനിൽ ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പഠന പോർട്ടൽ ഏതാണ്? കേലേൺ. ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റ് അസോസിയേഷന്റെ 2025 വിവർത്തന പുരസ്കാരം നേടിയത് ഡോക്ടർ മോഹൻ കുണ്ടാർ. 2025 ലോക ഓസോൺ ദിനത്തിൽ പ്രമേയം എന്താണ്? അത് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? അത് ആദി സംസ്കൃതമാണ്. ഏതാണ്? ആദി സംസ്കൃത. ഇനി ടോറന്റോ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കേണ്ട ആദ്യ ഇന്ത്യൻ സീരീസ് ആണ് ഏത്? ഗാന്ധി. ഏതാണ്? ഗാന്ധി. ടോറന്റോ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കേണ്ട ആദ്യ ഇന്ത്യൻ സീരീസ് ആണ് ഗാന്ധി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ് കേട്ടോ. ഏതാണ്? കർണാടക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. 2025 കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് എവിടെയാണ്? അത് കൊച്ചിയാണ് കേട്ടോ. ഏതാണ്? കൊച്ചി. 2025 കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചി. ടോറന്റോ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കേണ്ട ആദ്യ ഇന്ത്യൻ സീരീസ് ഏതാണ്? ഗാന്ധി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. ഇപ്പൊ ഈ EVM പേരിൽ ഒരുപാട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? കർണാടക സർക്കാർ എന്ത് ചെയ്തു? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. 2025 കേരള അർബൻ കോൺക്ലേവിന് വേദിയായ സ്ഥലം എവിടെയാണ്? അത് കൊച്ചിയാണ് കേട്ടോ. ഏതാണ്? കൊച്ചി. അർബൻ കോൺക്ലേവ്. മറക്കാതെ അർബൻ കോൺക്ലേവിന് വേദിയായ ആരാണ്? കൊച്ചിയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലത്തെ കറണ്ട് അഫയർ സെക്ഷനുകളും ഇതുപോലെ നല്ല ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.